ഗോവിന്ദചാമി എന്ന് പറയുന്ന ഭിക്ഷക്കാരനായിരുന്നിട്ട് അതിൽ നിന്ന് കുറെ കാശുണ്ടാക്കി പിന്നീട് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അതിനെ പീഡിപ്പിച്ച് എങ്ങനെയാണ് പിന്നെ ഇവന് ഈ രീതികളിലേക്കൊക്കെ എത്തുന്നത്? അതിന് പൂർണ്ണമായിട്ടും അവനെ പിന്തുണയ്ക്കുന്ന, അവൻ്റെ പണത്തിൻ്റെ അളവ്, അവൻ്റെ സ്രോതസ് കണ്ടിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് മുന്നിലേക്ക് നിന്നതെന്നുള്ളത് ചോറ് തിന്നുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കിടയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രതിനിധികൾ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ കണ്ടു. ജ്യോതികുമാർ ചാമക്കാല പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംവാദം ഉണ്ടാകുമ്പോൾ ഇതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലെ പ്രതിനിധി പറയുന്നത് ഈ സ്കൂളിൽ പോയിട്ട് ചോറ് തട്ടിയെറിഞ്ഞ് നിങ്ങൾക്കാണോ ജയിലിലെ കാര്യങ്ങളെപ്പറ്റി പറയാൻ അവകാശമുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരിപ്പോഴും ആ ചോറ് തട്ടിക്കളഞ്ഞ വിഷയങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവർക്കൊന്നും ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ വലിയൊരു നൊട്ടോറിയസ് ക്രിമിനൽ അല്ല. ഇവർക്കെല്ലാം ഇവൻ്റെ രക്ഷകനായിരിക്കും ഒരുപക്ഷെ ഇവർക്കെല്ലാം മക്കളെ പോലെ ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്കും ഈ പറയുന്ന നമ്മുടെ കോടതിക്കുമെല്ലാം ഒരു മകനെ പോലെ, ആളൂരെന്ന് പറയുന്നവന് മകനെ പോലെ ആയിരുന്നു ഗോവിന്ദ